അങ്ങനെ ജനിച്ചു വീണ ഭഗവാനെ വസുദേവരും ദേവകിയും ഒക്കെ സ്തുതിക്കുന്ന ഭാഗമൊക്കെ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. പക്ഷെ പിന്നെ കഥ എന്താ ഉണ്ടായതെന്നാണ് പൂന്താൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അച്ഛൻ്റെ ഹസ്തപത്മത്തിനു മധുകരമായി തീർന്നു പോവാൻ മുതിർന്നു, തൽക്കാലേ മുഷ്കു തേടിയിടിന കനക കവാടങ്ങൾ താനേ തുറന്നു, ചക്രീശൻ ഛത്രമാർന്നു നിറപുഴയുമുഴറ്റോടെ നീർവാങ്ങി നിന്നു, ചിക്കെന്നമ്പാടി ചേർന്നു ജനകനവിടയ കന്യയെ കൊണ്ടുപോന്നു. എങ്ങനെയാണ് അച്ഛൻ്റെ ആ ഹസ്തപത്മത്തിനു മധുകരമായി തീർന്നു. വസുദേവരുടെ ആ കൈകളിൽ ആ ഭഗവാൻ അങ്ങോട്ട് കിടന്ന് അല്ലേ, ആയിക്കോട്ടെ അച്ഛ നീ പോവാം നമുക്ക്, ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് ഓരോന്നും നടക്കുന്നത് അല്ലേ. അപ്പോൾ ആ വസുദേവർക്കും ദേവകിക്കും തീരെ ആഗ്രഹം ഉണ്ടായിട്ടല്ല ഈ ഉണ്ണിയെ വിട്ടുപിരിഞ്ഞ് നിൽക്കണമെന്ന്. പക്ഷേ അവരുടെ പ്രാരബ്ധം കാരണം അല്ലേ, ആ ഭാഗ്യം, ആ ഉണ്ണിയെ വളർത്തി വലുതാക്കാനുള്ള ഭാഗ്യം വേറെ 2 പേർക്കാണ് ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നെ അങ്ങനെ ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നുള്ള ഭാവത്തിൽ അവിടെ ആ ഭഗവാനെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകാൻ പുറപ്പെടുന്ന സമയത്തേക്കും ആ ഭടന്മാർ അവരെല്ലാവരും അവിടെ ക്ഷീണിച്ച് ഉറങ്ങിപ്പോവുകയാണ്, ഒന്നും അറിയണില്ല. അങ്ങനെ ആ കാരാഗ്രഹത്തിൻ്റെ ആ വാതിലുകളൊക്കെ തന്നെ തുറക്കണു അല്ലേ. ഭഗവാന്റെ മായയാണ്, അല്ലാണ്ടൊന്നുമല്ല. അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കുമോ അല്ല ലോകത്തിൽ നടക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നടക്കും. ഭഗവാന് വേണമെന്നുണ്ടെങ്കിൽ നടക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ നടക്കൊന്നുമില്ല അല്ലേ. നമ്മളെ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ വസുദേവരുടെ ഇഷ്ടപ്രകാരം അല്ല ആ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നത്, ഭഗവാന്റെ ഇഷ്ടപ്രകാരമാണ്. ഭഗവാൻ തീരുമാനിച്ച സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് നടക്കുന്നത് അല്ലേ. അവിടെ പുറത്തേക്ക് പുറപ്പെട്ട് അങ്ങനെ ആ യമുന കടന്നു പോകുന്ന സമയത്ത് അതിഗംഭീരമായിട്ടുള്ള ആ മഴ വന്ന സമയത്ത് അനന്തമൂർത്തി തന്നെ അവിടെ കൊടയായിട്ട് ഭഗവാന് പത്തി വിടർത്തിയിട്ട് കൊടയായിട്ട് നിന്ന് കൊടുത്തു എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ആ യമുന കടന്ന് അപ്പുറത്തേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ആ കന്യക അല്ലെ, ആ നന്ദഗോപരുടെ പുത്രിയായിട്ട് ജനിച്ചിട്ടുള്ള യോഗമായ ദേവിയെ അവിടെ നിന്ന് എടുത്തു, ഭഗവാൻ ആ സ്ഥാനത്ത് വെച്ചും കൊണ്ട് തിരിച്ചു പോന്നു എന്നാണ് പറയുന്നത് അല്ലെ. വളരെ ലാളിത്യത്തോടു കൂടിയാണ് പൂന്താനത്തിൻ്റെ ഭാഷ. ആ കഥ ഭംഗിയായിട്ട് വിസ്തരിക്കുന്നുമുണ്ട്, എന്നാൽ ആ ലാളിത്യം ഒട്ടും കളയാതെ അല്ലെങ്കിൽ നമുക്കൊരു സാധാരണക്കാരന് എളുപ്പത്തിൽ കേട്ടാൽ തന്നെ മനസ്സിലാവണ ഭാവത്തിലാണ്, ലളിതമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇന്നത്തെ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.